അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ് ഫഇന്ന അസ്തഖൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറുൽ ഹദി ഹദി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണീയരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, സഹൃദയരായ സഹോദരങ്ങൾ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രവർത്തകർ, മാന്യ കൂട്ടുകാർ, ദക്ഷിണ കന്നഡയുടെയും ഉത്തര കേരളത്തിൻ്റെയും മത, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് സർവസ്വവും സമർപ്പിച്ച് സ്ഥാപനം തുടങ്ങിവെച്ച മൽഹറിൻ്റെ ശില്പിയും നിരവധി മഹല്ലത്തുകൾ പല ഡിസ്ട്രിക്റ്റുകളും സ്റ്റേറ്റുകളിലുമായി, വിശിഷ്യ കാസർഗോഡ് ജില്ല പ്രഥമ സംയുക്ത കാളിയും SYS സംസ്ഥാന ട്രഷററും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ നേതാക്കൾ പ്രമുഖരുമായ ഞങ്ങളുടെ മഹാനായ ശൈഖുന സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു തആല സറഹുൽ അസീസ് മഹാനകൾ വഫാത്തായി. ആദ്യ ഉറൂസ് കഴിഞ്ഞ 14-ാം തീയതി തൊട്ട് ഇന്നേ വരെ നടക്കുകയാണ്. അതിന് സമാപ്തി കുറിക്കുകയാണ്. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നു. ഭക്ഷണം കഴിക്കാതെ ആരും ഇവിടെ നിന്ന് പോകരുത് എന്ന് ആദ്യമായി സംഘാടകർ നിങ്ങളെ അറിയിക്കുകയാണ്. മഹാനുകൾ വഫാത്തായ നിമിഷം തൊട്ട് ഇന്നേ വരെ ഓരോ ദിവസവും ആ മസാറിലേക്ക് ഇത്രയുമധികം ആളുകൾ എത്തിച്ചേരുന്നത് ഏത് നോട്ടീസിന്റെ പേരിലാണ്, ഏത് വാൾ പോസ്റ്റർ കണ്ടുകൊണ്ടാണ്? മാവ് പൂത്തുലഞ്ഞ് കായ്കനികൾ നിറഞ്ഞ് പഴുത്തു നിറഞ്ഞു നിൽക്കുമ്പോൾ ആ മാവിലേക്ക് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് കാക്കകളും പരുന്തുകളും പ്രാവുകളും മൈനകളും കുരുവികളും നാനാതരം പക്ഷികൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നേ വരെ ഒരു പക്ഷിക്കും ഒരു ഇന്റർനെറ്റ് കാളിന്റെയും ആവശ്യമില്ല, ഒരു ടെലിഫോണിന്റെയും ടെലിഗ്രാമിന്റെയും ആവശ്യമില്ല, ഒരു കത്തും ഇമെയിലും ഒരു ഫേസ്ബുക്ക് മെസ്സേജും അയക്കേണ്ടതില്ല. മറിച്ച് തൊട്ടടുത്തിരിക്കുന്ന കൈകനികളില്ലാത്ത വീട്ടിയോ തേക്കോ അതിന്റെ മുകളിൽ ഒരു കാക്കയും പരുന്തിനെയും കാണാൻ കഴിയില്ല. വന്നെങ്കിൽ തന്നെ അതിന്റെ വിസർജനത്തിന് വേണ്ടിയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്. ഈ മാവിലേക്ക് ഈ ആളുകളെല്ലാം ഒഴുകിച്ചേരുന്നത്, ഒഴുകിയെത്തുന്ന ഈ പറവജാതികളെല്ലാം എത്തിച്ചേരുന്നത് ഈ മാവിൽ നിന്ന് കായ്കനികൾ പറിച്ചെടുക്കാം. മധുര പലഹാരങ്ങള്, മധുരപ്പഴങ്ങള് വേണ്ടുവോളം ആസ്വദിക്കാം, വയറ് നിറക്കാം എന്ന പോലെ തന്നെ മഹാനായ ശൈഖുന ഖാളി സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി മഹാനവറുകളുടെ മസാറിലേക്ക് നാടിന്റെ നാനാ ദിക്കുകളിൽ നിന്ന് ദിനംപ്രതി ആളുകൾ എത്തുന്നത്
ഒരേ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഇതൊരു മുസ്മിറാണ്. ഇവിടുന്ന് ധാരാളം സമ്പത്തുകൾ എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ജാതി മതഭേദമന്യേ ആരും ഇവിടെ യാതൊരു എതിർപ്പുമില്ല, ഒരു വിഭാഗീയതയുമില്ല, ഒരു കക്ഷിത്വവുമില്ല. മതസൗഹാർദ്ദത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രതീകമാണ് നമ്മുടെ ഈ പ്രദേശം. ഞാൻ ഓർക്കുന്നത്, തൊട്ടടുത്തിരിക്കുന്ന ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ സംഘാടകരോട് അറിയിച്ചത്, നിങ്ങൾക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഞങ്ങളുടെ സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുത്താം. ഇതാണ് ഇന്ത്യൻ ജനതയുടെ പാരമ്പര്യം. ലോകത്ത് മുഴുവനും മാതൃകയാണ് ഇന്ത്യയുടെ മതസൗഹാർദ്ദം, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ ഒത്തൊരുമ, കൂട്ടായ്മ. അവിടെ വിഭാഗീയതയില്ല, കക്ഷിത്വമില്ല. എല്ലാ വിഭാഗം ആളുകളും മസാറിലേക്ക് വരുന്നു. പലവരും നേർച്ചയാക്കുന്നു, അവർക്കതിൻ്റെതായ ഫലങ്ങൾ കാണുന്നു. അപ്പോഴൊക്കെ സംശയങ്ങള്. ഹജ്ജിന് പോയി വന്ന ധാരാളം ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും. ഇങ്ങനൊരു മസാറ് ഞങ്ങൾ ഹജ്ജിന് പോയിട്ട് കണ്ടില്ലല്ലോ, അവിടെ യാസീൻ ഓത്തില്ലല്ലോ, അവിടെ ജാറം മൂടലില്ലല്ലോ, അവിടെ യാസീൻ ഓതലില്ലല്ലോ. 1994 അൽ ഇസ്ലാഹ് മാസിക പ്രസിദ്ധീകരിച്ചിരുന്നു, എഴുതിയിരുന്നു. 1,24,000-ൽ പരം അമ്പിയാക്കൾ അല്ലാഹു തആല ലോകത്ത് സൃഷ്ടിച്ചിട്ട് ഏതെങ്കിലും ഒരു 10 നബിമാരെ മഖ്ബറ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മസാറില് യാസീനോത്തുണ്ടോ? എവിടെങ്കിലും യാറം മൂടുന്നത് കണ്ടിട്ടുണ്ടോ? പലപ്പോഴും അത് ചോദിക്കാമായിരുന്നു. പക്ഷേ മഅദിൻ നോളജ് ഹണ്ടിലൂടെയും മറ്റുമൊക്കെ അത് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ അനങ്ങിയാൽ ചോദിച്ചിരുന്നത്, അത് ബുഖാരിയിലുണ്ടോ? യാസീൻ ഓതണോ, ഓതണ്ടേ, ഓതാൻ പറ്റുമെന്ന് ബുഖാരിയിലുണ്ടോ? ജാറം പൊന്തിക്കാൻ പറ്റുമോ, പൊന്തിക്കാൻ പറ്റില്ലേ, പറ്റുമെന്ന് ബുഖാരിയിലുണ്ടോ? മഖ്ബറ കെട്ടിപ്പൊന്തിക്കാൻ പറ്റുമോ, യാസീൻ ഓതാൻ പറ്റുമോ? ഇങ്ങനെ തുടങ്ങി ധാരാളം ചോദ്യങ്ങള്. ഇപ്പോൾ ഒന്ന് ചോദിക്കാനുള്ളത്, നീ ലോകത്ത് എവിടെയെല്ലാം പോയിട്ടുണ്ട്? ലോകത്ത് ഏതെല്ലാം രാജ്യങ്ങൾ നീ കണ്ടിട്ടുണ്ട്? മഹാനായ ഇമാമുൽ ഹാഫിദുൽ ഹുജ്ജ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ നീ കണ്ടിട്ടുണ്ടോ? നീ അത് പോയിട്ടുണ്ടോ? അവിടെ അതില്ല എങ്കിൽ നിനക്കതെല്ലാം പറയാം. നായികക്ക് 40 വട്ടം ഇത് പറഞ്ഞ് ആക്ഷേപിക്കുന്നവൻ നീ ആദ്യം ചെല്ലട്ടെ മഹാനായ അൽ ഹാഫിദുൽ ഹുജ്ജ അബൂ അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയിലേക്ക്. മാഷാ അല്ലാഹ്, കേരളത്തിൽ നിന്നല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യമായി മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ മഖ്ബറയിലേക്ക് എത്തുന്നത് മഅദിൻ നോളജ് ഹണ്ട് ടീമാണ്. 19 ആളുകൾ ഞങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ മാഷാ അല്ലാഹ് അമീറുൽ മുഅ്മിനീൻ ഫിൽ ഹദീസ് ലോകത്ത് രാജാവെന്ന പേരനർത്ഥമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ രാഷ്ട്രപതി ഭവൻ ഡൽഹിയിലേക്ക് എത്തുമ്പോൾ ആ റോഡ് എത്രമാത്രം മനോഹരമാണോ, എത്രമാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടോ, അതിലേറെ മനോഹരമായ റോഡാണ് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക്. മാഷാ അല്ലാഹ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട പ്രമുഖനായ എഞ്ചിനീയർ നസീർ ഖാൻ ഉണ്ടായിരുന്നു. ഞാൻ ആ മഖാമിലേക്ക് കടന്നപ്പോൾ നസീർ ഖാനോട് ചോദിച്ചു, ഇവിടെ മദ്ഹറിന്റെ മഖാമിന്റെ മുറ്റത്ത് സ്ഥലം എത്രയുണ്ട്, അല്ലെങ്കിൽ മമ്പുറത്ത് എത്രയുണ്ട്? ഏറിയാൽ 1 ഏക്കർ 2 ഏക്കറിലേ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ നസീർ ഖാനോട് ചോദിച്ചു, എത്രയുണ്ട്? നസീർ ഖാൻ പറഞ്ഞു, ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ 50 ഏക്കർ കാണും ഈ സ്ഥലം. മഹാനായ ഇമാം ബുഖാരി അൽ ഹാഫിദുൽ ഹുജ്ജ അബൂ അബ്ദുല്ലാഹി ഇസ്മായിൽ ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ മസാറിൽ ദുആ ചെയ്യുന്ന സമയത്ത് ആ മഖാമിന്റെ മുറ്റത്തുള്ള പരിസരത്തെ സ്ഥലം എത്രയാണെന്ന് അറിയാമോ? 5 സെന്റ് അല്ല, 50 സെന്റ് അല്ല, 5 ഏക്കറയല്ല, 10 ഏക്കറല്ല, 50 ഏക്കറ. 50 ഏക്കറ സ്ഥലത്ത് ആളുകൾ സിയാറത്ത് ചെയ്യാൻ ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആളുകൾ അവിടെ വരാറുണ്ടായിരുന്നു എന്നല്ലേ മനസ്സിലാകുന്നത്? നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ ആ വീടിന്റെ ഗേറ്റിന്റെ വലുപ്പം കണ്ടാൽ ആ വീട്ടിൽ സന്ദർശകരെത്ര ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ.
ഡൈനിങ് ഹാളിലെ ടേബിള് കണ്ടാൽ, ചെയർ കണ്ടാൽ ആ വീട്ടിൽ എത്ര ആളുകൾ ഭക്ഷണത്തിനെത്തുമെന്നറിയാമല്ലോ എന്ന പോലെ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ മഖാമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എത്ര ആളുകൾ എത്താറുണ്ട് എന്ന് മനസ്സിലാക്കാം. വിനീതൻ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ 10-40-ലേറെ രാജ്യങ്ങളിൽ ചെല്ലാൻ, ഖുറാസാനിന്റെ വിവിധ ഭാഗങ്ങളിൽ പലപ്പോഴായും അതൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കുട്ടിക്കാലങ്ങളില് ഞങ്ങളൊക്കെ ബുഖാരിയാണെന്ന് പറയുമ്പോ ഞങ്ങളോട് ചോദിക്കുകയായിരുന്നു, ബുഖാരി റഷ്യയിലല്ലേ, റഷ്യ സോവിയറ്റ് യൂണിയന്റെ കയ്യിലല്ലേ, മാർക്സിസ്റ്റിന്റെ കയ്യിലല്ലേ, അവിടെ ഇസ്ലാമുണ്ടോ, റഷ്യക്ക് ഇസ്ലാമുമായി ബന്ധമാണ്? ഞങ്ങളന്ന് ചൂളിയിരുന്നു, പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാരെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ 1000 കുതിരശക്തിയോടുകൂടെ വെല്ലുവിളിക്കാൻ നിനക്കറിയുമോ സുഹൃത്തെ, എവിടെയാണ് ബുഖാരി, എവിടെയാണ് തുറമുദി, എവിടെയാണ് സമർക്കന്ത്, നീ ഇസ്ലാമിനെ കുറിച്ച് എന്തു പഠിച്ചു? മഹാനായ ഇമാമു അഹ്ലുൽ മദീന ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് എന്തെന്നറിയാമോ? മഹാനായ ശൈഖുനായുടെ പാരമ്പര്യം എവിടെ നിനക്കറിയാമോ? العلم شجرة جذورها في مكة وفروعها في المدينة وساقها في المدينة وفروعها في العراق وثمارها في خراسان. ഇൽമെന്ന് പറയുന്നത് ഒരു വലിയ വൃക്ഷമാണ്. അതിന്റെ അടിവേര് കിടക്കുന്നത് പരിശുദ്ധമായ മക്കയിലാണ്. എന്നാൽ അതിന്റെ തടിമരം കിടക്കുന്നത് പരിശുദ്ധമായ മദീന മുനവ്വറയിലാണ്. മക്കയിൽ ഉദയം കൊണ്ട വിജ്ഞാനം എന്ന് പറയുന്നത് അടിവേര് മക്കയിലാണ് കിടക്കുന്നത്. അതിന്റെ തടിമരം കിടക്കുന്നത് മദീനയിലാണ്. എന്നാൽ അതിന്റെ കൊമ്പ് ചില്ലികൾ കിടക്കുന്നത് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലത്തോടുകൂടെ ഇസ്ലാമിക രംഗത്ത് പ്രശ്നങ്ങള്, രാഷ്ട്രീയ രംഗത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലം കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാലം കഴിഞ്ഞ് മഹാനായ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഹെഡായി സ്ഥാനമേറ്റെടുക്കലോടുകൂടെ ഇസ്ലാമിക് ക്യാപിറ്റലായി ഇറാഖ് മാറുകയായി. അതാ വഫുറൂഹ ഫിൽ ഇറാഖ്. മഹാനായ ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ അഅ്ലം തങ്ങൾ, മഹാനായ ഇമാം ദിഫാഇ റളിയല്ലാഹു തആല തങ്ങൾ തുടങ്ങിയ മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തുടങ്ങി, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു തുടങ്ങി മുഴുവൻ ആളുകളും ഇറാഖിലാണെങ്കിൽ വതിമാറുഹാ ഫീ ഖുറാസാൻ. ഇൽമിന്റെ കായ്കനികൾ കിടക്കുന്നത് ഖുറാസാനിലാണ്. നിങ്ങൾക്കറിയാമോ ആരാണ് കായ്കനികൾ? സിഹാസുസ്സിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു, ഇബ്നു മാജ റളിയല്ലാഹു അൻഹു, ഇമാം നസായി റളിയല്ലാഹു അൻഹു തുടങ്ങി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലോകത്തുള്ള മുഴുവൻ മുഹദ്ദിസീങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ മുഹദ്ദിസീങ്ങൾ ബഹുഭൂരിഭാഗവും മക്കയിലല്ല, മദീനയിലല്ല, ഇറാഖിലല്ല, ഷാമിലല്ല. ലോകത്തുള്ള മുഴുവൻ മുഹദ്ദിസീങ്ങളുടെയും പട്ടിക പരിശോധിച്ചാൽ പകുതിയിലേറെയും ഖുറാസാനിലാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്. മഹാനായ സഅദുദ്ദീൻ തബ്താസാനി റളിയല്ലാഹു അൻഹു, മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി, എന്തുകൊണ്ട് തർവിയത്ത് വരുന്നില്ല? അബൂ ഹാമിദുൽ ഗസാലി, മഹാനായ ഫഖ്റുദ്ദീൻ റാസി, മഹാനായ സഅദുദ്ദീൻ തബ്താസാനി, മഹാനായ അബൂ മൻസൂർ മാതുരിദി തുടങ്ങിയ മുഴുവൻ മശായിഖുമാരെയും എണ്ണിയാൽ എവിടെയാണ്? ഖുറാസാനിലാണ്. ഏതാണ് ഖുറാസാൻ എന്ന് പറയുന്നത്? മുഅ്ജമുൽ ബുൽദാൻ പരിശോധിക്കുക. മാ ബൈനൽ ഹിന്ദ് വൽ ഇറാഖ്. ലോകത്തെ ചരിത്രമുറങ്ങിക്കിടക്കുന്ന നമ്മുടെ പരിശുദ്ധമായ ഭാരതത്തിന്റെയും ഇറാഖിന്റെയും ഇടയിലുള്ള അതിവിശാലമായ സ്ഥലത്തിനാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനും തുർക്കുമാനിസ്ഥാനും തജാക്കിസ്ഥാനും സമർക്കന്തും താഷ്കന്തും അതുപോലെ തന്നെ ബുഖാറയും അതുപോലെ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം കിടക്കുന്നത് ഖുറാസാനിലാണ്. ആ ഖുറാസാനിൽ നിന്നാണ് ബുഖാരി സാദാത്തുക്കൾ, മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങൾ അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ചെന്നു നോക്കിയാൽ മസാറുകളില്ലാത്ത സ്ഥലങ്ങൾ എവിടെയാണ്? സിയാറത്തില്ലാത്തത് എവിടെയാണ്? മഹാനായ ഇമാം ബുഖാരിയുടെ മഖ്ബറയെ പോലെ വലിയ മഖ്ബറ,
മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല തങ്ങളുടെ ഹദ്റത്തിൽ വെച്ച് ഞങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ അവിടുത്തെ ഇമാമിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചു. ആ ദുആ ചെയ്യിപ്പിക്കുമ്പോൾ ഇവിടെ നിന്ന് വരെ കേട്ട ദുആ ഔസല്ലാഹുമ്മ സവാബ മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അളീം. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ തിരുഹദ്റത്തിൽ നിന്ന് ഞങ്ങൾ കേൾക്കുന്ന ദുആ ഔസല്ലാഹുമ്മ സവാബ മാ ഖറഅനാഹു വനൂറ മാ തലൗനാഹു മിനൽ ഖുർആനിൽ അളീം. മാഷാ അല്ലാഹ്. അങ്ങനെ അങ്ങ് തുടങ്ങിയ അപ്പോഴും സംശയങ്ങൾ ബാക്കിയാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും ആദ്യം പറഞ്ഞ സ്ഥലത്ത് അതുണ്ടോ ഇല്ലേ? അവിടെ അത് കാണണില്ലല്ലോ. ഞങ്ങൾ ഹജ്ജിന് പോയിട്ട് ഞങ്ങൾ കണ്ടില്ലല്ലോ. എന്നാ പ്രിയപ്പെട്ടവരെ, ഞാനൊന്ന് നിങ്ങളോട് പറയട്ടെ. 1924 മാർച്ച് 24 ലോകത്താദ്യമായി ഉസ്മാനിയ ഖിലാഫത്ത്. നിങ്ങൾ മറന്നു പോകരുത് ഡേറ്റ്. എത്ര? 1924 മാർച്ചിലാണ് ലോകത്ത് ഉസ്മാനിയായ ഖിലാഫത്ത് അവസാനിച്ചത്. അതിന്റെ ശേഷമാണ് ഇവിടങ്ങളിൽ മക്ബറകൾ പൊളിക്കാൻ തുടങ്ങിയത്. അതിന്റെ മുമ്പ് ബദറിലാവട്ടെ, ഉഹുദിലാവട്ടെ, ജന്നത്തുൽ ബഖീഇലാവട്ടെ, ജന്നത്തുൽ മുഅല്ലയിലാവട്ടെ, മുഴുവൻ സ്ഥലങ്ങളിലും ഇവിടെ നടക്കുന്നതിനേക്കാൾ വലിയ കുബ്ബകളും മുനാരങ്ങളും സിയാറത്തുകളും മാഷാ അല്ലാഹ്. അങ്ങനെയൊക്കെയാണെങ്കിലും വല്ലാഹു മുഖ്രിജും മാ കുൻതും തക്തുമൂൻ. അല്ലാഹു എത്ര വലിയ ഹകീമാണ്, അല്ലാഹു എത്ര വലിയ തന്ത്രശാലിയാണ്. റബ്ബ് തന്ത്രങ്ങളെല്ലാം അറിയുന്നവരല്ലേ, റബ്ബെല്ലാം നിലനിർത്തുകയല്ലേ. കഴിഞ്ഞ തിങ്കളാഴ്ച എന്റെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ദിവസം. പല പ്രാവശ്യം മിനയിൽ പോയെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ച മിന യാത്ര അങ്ങനെ ആയിരുന്നില്ല. അത് വല്ലാത്തൊരു യാത്രയായിരുന്നു. അറിയണമെന്നൊരു ഉൽക്കടമായ അഭിലാഷമായിരുന്നു. ജംറത്തുൽ അഖബയുടെ തൊട്ടടുത്ത് നിഹായത്തു മിന എന്ന ബോർഡ് പരിസ്ഥിതി ചെയ്യുന്നിടത്ത് മാഷാ അല്ലാഹ് ചരിത്രങ്ങൾ നഗ്ന സത്യം തുറന്നു പറയുന്ന ആ പുരാതന രേഖ വ്യക്തമായി നിങ്ങളോട് തുറന്നു പറയുന്ന മസ്ജിദുൽ ബൈഅ ലോകത്തിന്, ഇസ്ലാമിന് ധാരാളം സംഭാവനകൾ നിർമ്മിച്ച നൽകിയ ബൈഅ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് 40ാമത്തെ വയസ്സിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന നബുവത്തിന്റെ ആദ്യവചനം ലഭിച്ചു. 3 വർഷക്കാലത്തോളം വളരെ രഹസ്യമായ, ആരോടും പറയാതെ, ആരെയും അറിയിക്കാതെ അല്ലാഹുവിന്റെ ആജ്ഞ വരുന്നത് വരെ സ്വന്തമായി ഇസ്ലാം ആശ്ലേഷിച്ചു. അതാ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തുടങ്ങി വിരലെണ്ണാവുന്ന ആളുകൾ. അവിടുന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ വന്നു. ഫസ്തബിമാ തുഅ്മർ വഅദിൽ അനിൽ ഖൗമിൽ മുശ്രികീൻ വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ആ 3 വർഷം കഴിഞ്ഞപ്പോൾ പരസ്യമാക്കണമെന്ന നിർദ്ദേശം വന്നു. സഫാ പർവ്വതത്തിന്റെ മുകളിൽ കയറി അതാ അവിടെ നിന്ന് മുഴുവൻ ആളുകളെയും വിളിച്ചു, ഓരോ വംശത്തെയും വിളിച്ചു തുടങ്ങി. പീഡനങ്ങളും മർദ്ദനങ്ങളുടെയും കഥകൾ തുടങ്ങിയ ചരിത്രങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. അങ്ങനെ 7 വർഷത്തോളം മക്കയിൽ ദീനീ പ്രബോധനം നടത്തി. തായിഫിൽ നിന്നും ഹബ്ശയിൽ നിന്നും വേദനാജനകമായ അനുഭവങ്ങളായി സുമയ്യ റളിയല്ലാഹു അൻഹായെ കൊന്നത്, യാസിർ റളിയല്ലാഹു അൻഹായെ കൊന്നത്, അമ്മാർ റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു അനുഭവിച്ച പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, ഇസ്ലാം സഹിക്കാൻ കഴിയാത്ത രംഗങ്ങൾ. പക്ഷേ എല്ലാം സഹിച്ചിരിക്കുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ അല്ലാഹുവിന്റെ ഓർഡർ എത്തി. ഇതാ ഇനി ഇസ്ലാം പുറം ലോകത്തേക്ക് എത്തിക്കണം. പുറം ലോകത്തേക്ക് എത്തിക്കാൻ ഇന്നത്തെ പോലെ പ്ലെയിനുകളില്ല, കപ്പലുകളില്ല, മറ്റു സംവിധാനങ്ങളില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയായിരുന്നു ദീനീ പ്രബോധനം ചെയ്തത്? നിങ്ങൾ ആ മസ്ജിദുൽ ബൈഇന് ഉംറക്ക് ചെന്നാൽ, ഇനി ഹജ്ജിന് ചെന്നാൽ നിങ്ങളത് ചെന്നു കാണണം. അപ്പോഴാണ് അതിന്റെ സത്യം നിങ്ങൾ
നിങ്ങളോട് അതിന്റെ ചുമരുകൾ പറയും, അതിന്റെ കല്ലുകൾ പറയും. ആനന്ദ സത്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കും. എങ്ങനെയാണ് നിങ്ങൾ അവിടെ ഇസ്ലാം പ്രചരിച്ചത്, എങ്ങനെയാണ് ദീനീ പ്രബോധനം നടത്തിയത്? രാത്രി പാതിരാ സമയത്ത് ഹജ്ജ് സമയങ്ങളില് ഇബ്രാഹിമിയ കാലത്തുള്ള ഹജ്ജും ഈ സമൂഹത്തിനുള്ള തമ്മിലുള്ള ഹജ്ജും ജാഹിലിയ കാലത്തുള്ള ഹജ്ജും ഒക്കെ എല്ലാ നിസ്കാരങ്ങളിലും നോമ്പുകളിലും ദാനധർമ്മങ്ങളിലുമൊക്കെ ധാരാളം അന്തരങ്ങൾ ഉണ്ടെങ്കിലും ഹജ്ജുൽ ഇബ്രാഹിമിയ ഹജ്ജും ഈ സമുദായത്തിന്റെ ഹജ്ജും തമ്മിൽ രണ്ട് വ്യത്യാസങ്ങൾ മാത്രമാണല്ലോ ഉള്ളത്. ഒന്ന് റംല് നടത്തം, മറ്റൊന്ന് പൂനൂല് ഇൽത്തിബാഇ. ഇത് രണ്ടുമല്ലാത്ത സഫാ മർവയിലെ സഅയും മിനയിൽ രാപ്പാർക്കലും മുസ്ദലിഫിൽ രാപ്പാർക്കലും ജംറകൾ എറിയലുമെല്ലാം പണ്ട് കാലങ്ങളിലേ ഉണ്ട്. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ 11ാം വർഷം ഹജ്ജ് സീസണിൽ അതാ മദീനയിൽ നിന്ന് 7ഓളം ആളുകൾ വന്നു. അവർ ആരാരും അറിയാതെ രാത്രി പാതിരാ സമയത്ത് 2 മണി 3 മണി സമയത്ത് ആരാരും കഴിയാതെ 6ഓളം ആളുകൾ, 6 ആളുകളുടെ പേരും ഇന്ന് ചരിത്രം ഉല്ലേഖനം ചെയ്യപ്പെട്ടതല്ലേ. ഇതൊന്നും ഐതിഹ്യങ്ങളല്ല, അനുമാനങ്ങളല്ല. ആ സ്ഥലം ഇന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാം പ്രിയപ്പെട്ടവരെ. അവിടെ വന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിക സന്ദേശം അറിയിച്ചു. അതാവട്ടെ അവിടെ ഉണ്ടായിരുന്ന മദീനയിലെ ജൂതന്മാർ അനങ്ങിയാൽ അവരെ പേടിപ്പിക്കാറുണ്ടായിരുന്നു. ഇവിടെ കുട്ടികൾ മുല കുടിക്കാതിരുന്നാൽ ഉമ്മമാര് പണ്ട് കാലത്ത് പറയാറുണ്ടല്ലോ, പോത്താമ്പി വരും പോത്താമ്പി വരുമെന്ന്. എന്ന പോലെ അന്ന് അതൊരു വെറും പറഞ്ഞു പേടിപ്പിക്കലാണ്. എന്നാൽ മദീനയിലെ ജൂതന്മാര് നസാറാക്കളോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ ഞങ്ങളെ തൊട്ട് കളിക്കണ്ട. ഔസിനോട് പറയും, ഹസ്റജിനോട് പറയും, തൊട്ട് കളിച്ചാൽ പിൽക്കാലത്ത് അറബിൽ നിന്നൊരു പ്രവാചകന് വരാനുണ്ട്, മക്കയിൽ നിന്ന് വരാനുണ്ട്. ആ പ്രവാചകനുമായി ഞങ്ങൾ സഖ്യത്തിലേർപ്പെടും, ഞങ്ങൾ യുദ്ധത്തിലേർപ്പെടും, നിങ്ങളെ ഞങ്ങൾ നിർവീര്യമാക്കി കളയും, നിഷ്കാശനം ചെയ്യുമെന്ന് നായികക്ക് 40 വട്ടം മദീനയിലെ ജൂതന്മാര് ഇവരെപ്പോഴും വെല്ലുവിളിക്കാറുണ്ടായിരുന്നു, പേടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത് കേട്ട് ആ 6ഓളം ആളുകള് ജൂതന്മാര് പറയുന്നൊരു പ്രവാചകനുണ്ട്, മക്കയിൽ നിന്ന് വരാനുണ്ട് എന്ന് മനസ്സിലാക്കി ആ ലക്ഷണങ്ങളൊക്കെയും കണ്ട് അവർ ഞങ്ങളാവട്ടെ ആദ്യം വിശ്വസിക്കുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ചു. അങ്ങനെ മക്കയും മദീനയിലേക്ക് പോയി. 2ാമത്തെ വർഷമാകുമ്പോഴേക്ക്, നുബൂവത്തിന്റെ 2ാം വർഷമാകുമ്പോഴേക്ക് 12 ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇത് ദുൽഹജ്ജ് മാസം ഹിജ്റ കലണ്ടറിൽ 1437 കൊല്ലത്തിലെ അവസാന വർഷമാണ്. ഇവിടെ നിങ്ങൾ അത് ഓർക്കേണ്ടത് നിർബന്ധമാണ്. ഇനി ഈ വർഷം അവസാനിക്കാൻ ഏതാനും 10 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. 10 ദിവസം കഴിയുമ്പോൾ ഹിജ്റ കലണ്ടർ 1438 ആകാൻ പോകുന്നു. കലണ്ടർ മറിച്ചാൽ പോരാ, ഹിജ്റ പശ്ചാത്തലങ്ങൾ മനസ്സിലാക്കണം. 12 ആളുകൾ വന്നു. അവർ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബൈഅത്ത് ചെയ്തു. അങ്ങനെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു ഷഹാദ ചൊല്ലി, ലാ തുശ്രികൂ ബില്ലാഹ്, വ്യഭിചരിക്കുകയില്ല, മോഷ്ടിക്കുകയില്ല, പരദൂഷണം പറയുകയില്ല, ഖദ്ഫ് നടത്തുകയില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം പ്രതിജ്ഞ ചെയ്തു. അവിടത്തേക്ക് ഓർഗൈസറായി മദീനയിലേക്ക് അയച്ചു കൊടുത്തു. 13ാമത്തെ കൊല്ലത്തില് മാഷാ അല്ലാഹ് 75 ആളുകൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഹജ്ജ് സീസണിൽ മഹാനായ സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി വഫാത്തായ അതേ ദിവസം മറന്നു പോവരുത്. ചരിത്ര പശ്ചാത്തലത്തിന് നിമിത്തങ്ങളുണ്ട്, ഇതിന്റെ പിന്നിലെല്ലാം രഹസ്യങ്ങളുണ്ട്. ദുൽഹജ്ജ് 12-നാണ് മഹാനവറുകൾ വഫാത്തായതെങ്കിൽ സുബഹിന്റെ മുമ്പ് പാതിരാ സമയത്താണെങ്കിൽ 1439 കൊല്ലം മുമ്പ് ആ ജംറ പരിസരത്ത് വെച്ച് 75
5ഓളം ആളുകൾ അഷ്റഫുൽ ഖൽഖ് സ്വലാസങ്ങളുമായി ബൈഅത്ത് ചെയ്തു. ആ ബൈഅത്ത് ചെയ്ത സ്ഥലം ഇന്ന് മസ്ജിദുൽ ബൈഅ എന്ന പേരില് ഇന്നത്തെ ഗവൺമെന്റ് സ്ഥാപിച്ചതല്ല, കഴിഞ്ഞകാല ഗവൺമെന്റ് സ്ഥാപിച്ചതല്ല, മറിച്ച് ഇസ്ലാമിന്റെ 1-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പള്ളി, അതേ ചുമരിൽ പള്ളി, അതെങ്ങനെ അവിടെ കിടന്നു എന്നാണ് അറിയേണ്ടത്. എങ്ങനെയാണത് അവിടെ ഉണ്ടായത്? എന്തുകൊണ്ടത് പൊളിക്കപ്പെട്ടില്ല? ഖുലഫാഉർ റാഷിദീങ്ങളുടേത് ഹിജ്റ 40ഓടുകൂടെ നിങ്ങൾക്കറിയാമല്ലോ അത് അവസാനിച്ചു. 65 തൊട്ടാണല്ലോ അബ്ബാസിയ ഭരണം നൽകുന്നത്. ഉമവിയ്യ ഭരണകാലത്താണല്ലോ അറബി അക്ഷരങ്ങൾക്ക് എഴുത്തുകൾ വന്നത്. എന്നാൽ ആ എഴുത്തുകൾ വരുന്നതിന്, പുള്ളികൾ വരുന്നതിന്റെ മുമ്പിലുള്ള അതേ ലിപിയിൽ അവിടെ എഴുതി വെച്ചത് ഇന്നും കാണാം. ഇത് ഈ നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഇതെന്ന് സ്ഥാപിച്ചതാണ്, ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ. അതിന് ആ എക്സ്റ്റൻഷൻ ചെയ്ത ഭാഗം അവിടെ രണ്ടാമത് ഞാൻ വായിച്ചു നോക്കി. അപ്പൊ അബൂ ജഅഫർ മൻസൂറുൽ മുൻതശിർ അബ്ബാസിയ ഭരണകാലത്ത് 65 കാലം എക്സ്റ്റൻഷൻ ചെയ്തത് ഈ പള്ളിയിലാണ്, ഈ മസ്ജിദുൽ ബൈഅയിലാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധാരാളം ഹദീസുകൾ, വഫ്ദു അബ്ദുൽ ഖൈസ് വന്ന സംഭവങ്ങള്, അതുപോലെ തന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് ഒരു പ്രഭാഷണം നടത്തി. വവജിലത് മിൻഹുൽ ഖുലൂബ് വദറഫത് മിൻഹുൽ ഉയൂൻ. കണ്ണുകൾ ഖുദോരധാരയായി കോരിത്തരിച്ചു, രോമാഞ്ചമുളവാക്കി. എന്തെല്ലാമോ അർത്ഥഗർഭമായ പ്രഭാഷണം സ്വഹാബത്ത് കേട്ടു പറഞ്ഞു. കഅന്ന ഹാദിഹി മൗഇദതു മുഅദ്ദിൻ ഫൗസിനാ യാ റസൂലല്ലാഹ്. തിരുദൂതരെ, അങ്ങയുടെ അവസാനത്തെ പ്രഭാഷണമാണെന്ന് ഞങ്ങൾ വരികൾക്കിടയിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആയതുകൊണ്ട് ഞങ്ങൾക്ക് എന്നേക്കുമായുള്ള വസിയത്ത് നൽകണം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വസിയത്ത് എത്രമാത്രം അർത്ഥഗർഭമാണ്. അലൈക്കും ബിസ്സബ്ഇ വത്താഅ. അവിടുന്ന് വലിയൊരു മെമന്റ്, വലിയ ഒരു മാനിഫെസ്റ്റോ, വലിയ ഭരണഘടനയല്ല. അവിടുന്ന് ഒരൊറ്റ വാക്കില് അലൈക്കും ബിസ്സബ്ഇ വത്താഅ. നിങ്ങൾക്കൊരു നേതൃത്വം വേണം. ആ നേതാവ് ആരാണെങ്കിലും നിങ്ങൾ അനുസരിക്കണം. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട ശുഐബ് ആലം സാഹിബ് ഹഫിളഹുല്ലാഹ് വറആ നമുക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലാഹു കീഴക്കരയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആ മഹാനായ അൽഹംദുലില്ലാഹ് മഹാനായ പ്രിയപ്പെട്ട സയ്യിദുല്ലാഹ് തങ്ങൾ അൽഹംദുലില്ലാഹ് പരിസരത്തുള്ള എല്ലാവർക്കും നേതൃത്വം നൽകാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറഞ്ഞത് ഒരൊറ്റ ഉപദേശമാണ്. അലൈക്കും ബിസ്സംഇ വത്വാഅ വഇൻ കാന ഹബ്ദൻ ഹബ്ശിയ. നിങ്ങൾക്കൊരു നേതൃത്വം വേണം. ആ നേതൃത്വം നീഗ്രോ വർഗക്കാരനാണെങ്കിലും അടിമയായാലും ഒന്നിനും കൊള്ളരുതാത്തവരായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിലും നിങ്ങൾ നേതാവായി പ്രഖ്യാപിച്ചാൽ നിങ്ങൾ ആ നേതൃത്വത്തിന്റെ വാക്കുകൾ കേൾക്കുക, ഉൾക്കൊള്ളുക. എത്രമാത്രം അർത്ഥഗർഭമായ വാക്കുകളാണ്. ഇന്ന് പ്രസ്ഥാനങ്ങളൊക്കെ, നാടുകളൊക്കെ, കുടുംബങ്ങളൊക്കെ, തറവാടുകളൊക്കെ, രാജ്യങ്ങളൊക്കെ പ്രശ്ന സങ്കീർണമല്ലേ, കുഴപ്പങ്ങളുടെ പ്രതീകങ്ങളായി മാറിയില്ലേ? എന്തുകൊണ്ട്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ അവസാന പ്രഭാഷണം എത്രമാത്രം അർത്ഥഗർഭമാണ്. ഏതൊരു കുടുംബത്തിനും ഒരു കാരണവർ വേണം. ആ കാരണവർ പറഞ്ഞത് ആ കുടുംബാംഗങ്ങൾ കേൾക്കണം. തറവാടിനൊരു കാരണവർ വേണം. പല തറവാടുകൾ കൂടുമ്പോൾ ഒരു നാടുണ്ടാകും. ആ നാടിനൊരു കാരണവർ വേണം. പല നാടുകൾക്ക് ഒരു ഖാദി, ആ
ആ ഖാദിയുടെ എഴുത്. അങ്ങനെ ഖാദിമാർ പലവർക്കും ഖാദിൽ ഖുലാത്ത്, അങ്ങനെ ഒരു നേതൃത്വം, ഒരു ഇമാം. ആ ഇമാം പറയുന്ന, ഇമാം വിധിക്കുന്ന വിധി അന്തിമമായിരിക്കണം. അഷ്റഫുൽ ഖൽഖ് സ്വദാസങ്ങൾ. പണ്ട് കാലത്ത് എല്ലാ വീട്ടിലും ഒരു ചാരുകസേര ഉണ്ടായിരുന്നു. ആ ചാരുകസേരയുടെ വാക്ക് അന്തിമ വാക്കായിരുന്നു. സുപ്രീം കോടതിയിൽ പോകേണ്ടതില്ല, ഹൈക്കോടതിയിൽ പോകേണ്ടതില്ല, മുനിസിപ്പൽ കോർട്ടുകളിലും മജിസ്ട്രേറ്റ് കോർട്ടുകളിലും പതിറ്റാണ്ടുകൾ, നൂറ്റാണ്ടുകൾ, കോടികൾ ചെലവഴിക്കേണ്ടതില്ല. അത് ഒരു തീരുമാനം പറഞ്ഞാൽ അത് ന്യായാന്യായ വിധിയല്ല, മറിച്ച് നീതി അനീതി. അത് ആ കാരണവർക്കറിയാം, യഥാർത്ഥ പശ്ചാത്തലങ്ങൾ അറിയാം, അതനുസരിച്ച് വിധിക്കാൻ ആ കാരണവർക്ക് സാധിക്കുമായിരുന്നു. ഈ ഹദീസ് ഇറങ്ങിയത് ഈ സ്ഥലത്താണ്. അങ്ങനെയുള്ള പള്ളി മാഷാ അല്ലാഹ്. അഥവാ ഇത് നൽകുന്ന സന്ദേശം ഇസ്ലാമിന്റെ മുഴുവൻ ചരിത്രങ്ങളും പിൽക്കാലത്ത് സംരക്ഷിച്ചിരുന്നു. ഈ ബൈഅത്ത് ചെയ്ത സ്ഥലം പള്ളിയായി. ഹിജ്റ 1-ാം നൂറ്റാണ്ടിൽ അക്കാലത്തുള്ള പൂർവികരായ സ്വഹാബത്ത്, താബിങ്ങൾ പടുത്തുയർത്തി. പക്ഷെ എങ്ങനെ ഇപ്പോഴത് മിനയിൽ കണ്ടെത്തി എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. മദീന നിങ്ങൾക്കറിയാമല്ലോ, അറേബ്യൻ നാട്, മണൽ കാറ്റുകളുടെ നാടാണ്. ചില സമയങ്ങള് മരുഭൂമികൾ പിറ്റേന്ന് നോക്കിയാൽ മണൽ കുന്നുകളായി മാറും, പൊടിപടലങ്ങൾ നിറഞ്ഞൊന്നും കാണാൻ കഴിയാതെയായി മാറും. ഞാൻ നേരത്തെ ഉണർത്തിയ പോലെ 1994 മാർച്ച് 20 ശേഷമാണ് ഈ ഉസ്മാനിയ ഖിലാഫത്ത് അവസാനിച്ചതെങ്കിൽ, അതിന് ശേഷമാണ് പൊളിക്കാൻ തുടങ്ങിയതെങ്കിൽ, അടുത്ത കാലം വരെയും ഇത് മണ്ണിന്റെ അടിയിൽ മൂടപ്പെട്ടാരും കാണാതിരുന്നു. പക്ഷേ അവിടെ തബറുക്കെടുക്കലും തഅ്ളീം ചെയ്യലുമാണ് പൊളിച്ചതെങ്കിൽ, ഇന്ന് ആ പൊളിച്ചതിന്റെ പേരിൽ അവരെല്ലാം ഖേദിക്കുകയാണ്. ചരിത്രങ്ങളാണല്ലോ നശിച്ചു പോയത്, ചരിത്രങ്ങളാണല്ലോ തളർന്നു നഷ്ടപ്പെട്ടു പോയത്. അത് വീണ്ടെടുക്കാൻ എന്തു ചെയ്യാൻ പറ്റും? ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പുരാവസ്തുവിനുള്ള വില എത്രയാണ്? ഇന്നത്തെ 10ന്റെ നോട്ട് 10 ഉറുപ്പ്യയിലപ്പുറം 11 ഉറുപ്പ്യകൾ തരൂല, 10 ഉറുപ്പ്യ ഒരു പൈസയും തരൂല. എന്നാ ഒരു 10 100 കൊല്ലം കഴിഞ്ഞ അന്നത്തെ 10 നോട്ടിന് എത്രയാ വരാന്നറിയോ? 10 അല്ല, 10,000 അല്ല, 10 ലക്ഷമല്ല, അത് കോടികളായി. അത് ചരിത്രം സ്ഥാപിക്കാനുള്ള രേഖകളായി മാറി. മ്യൂസിയങ്ങളിലൊക്കെ കാണുന്ന വസ്തുക്കൾക്ക് ഓരോന്നിന്റെയും വില എത്രയാണ്? 100ഉം 200ഉം വർഷങ്ങൾക്ക് മുമ്പ്, 1000ഉം 10,000ഉം വർഷങ്ങൾക്ക് മുമ്പ് രേഖകൾ പറയാൻ, അത് കാണിച്ചു കൊടുക്കാൻ കഴിയുക എന്നത് ഇവിടെയാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെയാണ് ഇപ്പോൾ അത് മിന വികസിച്ച സമയത്ത് ആ സ്ഥലം കണ്ടെത്തുന്നതും. ഇന്ന് അവർ കമ്പി വേലി കെട്ടി വളരെ ഭദ്രമായി അത് സംരക്ഷിച്ചു വെക്കുന്നത്. ഇത് നൽകുന്ന സന്ദേശം ഇവിടങ്ങളിലെല്ലാം തന്നെ മുൻകാലങ്ങളില് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, മസാറുകൾ എല്ലാം ഉണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ റൗളയിൽ നിന്നും ചെന്ന് നോക്കിയാൽ യാ ഖൈറ മൻ ദുഫിനത ബിൽ ഖാഇ അളമുഹു ഫതാബ ഇൻ തീബിഹിന്നൽ ഖാഉ വല്ലഖം യാ ഖൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ എന്നേ പറയുന്ന അവിടെ പറഞ്ഞ നഫ്സി ഫിദാഉൻ ലിഖബരിൻ അൻത സാകിനുഹു ഫീഹിൽ നഫാഫു വൽ ജൂദു കറബു. ഇന്നും റൗളയുടെ നേരെ മുമ്പിൽ എഴുതപ്പെട്ടിട്ടില്ലേ, യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അഅ്ലുമുഹു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അകമു. എന്തിനാ റൗളയിൽ അത് എഴുതി വെച്ചത്? നമ്മുടെ പള്ളിയിൽ കയറിയപ്പോൾ എഴുതി വെച്ചിണ് നബൈത്തുൽ ഇത്തിഖാഫ ഫീ ഹാദൽ മസ്ജിദി ലാഹി തആല എഴുതി വെച്ചിണ്. എന്തിനാ എഴുതി വെച്ചത്? പള്ളി കയറുന്നോടത്ത് എഴുതി വെച്ചിണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മത്തിക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്ത് വരുന്നിടത്ത് എഴുതി വെച്ചിട്ടുണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ നീ അസ്അലുക മിൻ അബ്വാബി. വളു എടുക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂൽ. എന്താ ചുമരിങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ എഴുതി വെച്ച്? എന്തിനാ പള്ളിയുടെ ചുമരിൽ എഴുതി വെച്ച? പള്ളിയിൽ അങ്ങ് കാണുമ്പോ നബൈത്തുൽ ഇത്തിഖാഫ ഫീ ഹാദൽ മസ്ജിദില്ലാഹി തആല എന്ന് പറയണം. മറന്നുപോയാൽ അത് പറയണം. ഒളു ഉണ്ടാക്കി കഴിഞ്ഞാ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി വജഅൽനി തവാബിന വജഅൽനി താഹിരീൻ എന്ന പോലെ തന്നെ റൗള വരുമ്പോ പറയാം യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖാഇ അളുമു ഫതാബ മിൻ തിബിഹിന്നൽ ഖാഉ വൽ അകമു.
എല്ലയോ ഈ ലോകത്ത് മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും അത്യുത്തമമായ പുണ്യപ്രവാചകരിൽ ഏറ്റവും പ്രവാചകരേ, ഈ പുണ്യമായ സ്ഥലം കൊണ്ട്, ഇവിടുത്തെ സൗന്ദര്യം കൊണ്ട് ഈ പ്രദേശം മാത്രമല്ല, ലോകത്തുള്ള എല്ലാ കുന്നുകളും കാടുകളും മലകളും ലോകം മുഴുവനും ഇതാ പ്രകാശപൂരിതമായിരിക്കുന്നു. ലോകം മുഴുവനും ഇതാ സുഗന്ധമടിച്ചു വീശുന്ന പുണ്യ തിരുദൂതരെ എന്ന് പറഞ്ഞിട്ട് പറയാൻ, എന്റെ ആത്മാവ്, എന്റെ ശരീരം ഒരു ഖബറിന് സമർപ്പിക്കുകയാണ്. യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നേ പറയൂ. അതേ സ്ഥാനത്ത് അവിടെ പറഞ്ഞു നഫ്സി ഫിദാഉൽ ലിഖബറിൻ, എന്റെ ശരീരം സമർപ്പിക്കുന്നത് ഞാൻ ആർക്കാണ്? ഈ ഖബറിന് ഒരു ഖബറിനത്തിലാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഏതാണ് ആ ഖബർ എന്നറിയാമോ? അൻത സാകിനുഹു, തങ്ങളാണ് അവിടെ താമസിക്കുന്നത്. ഇവിടെ നിന്നാണ് ലോകത്ത് മുഴുവനും സമാധാനം നൽകുന്നത്. ഇവിടെ നിന്നാണ് ലോകത്തിന് മുഴുവനും എല്ലാ നിർദ്ദേശങ്ങളും നൽകുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. ഞങ്ങൾ വിശ്വസിക്കാൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഞങ്ങൾ ആ വിശ്വാസത്തൊരിക്കലും മാറുകയില്ല. ഇന്നും റൗളയുടെ മുമ്പിൽ ചെന്ന് നോക്കിയാൽ, ആ റൗളയുടെ വട്ടക്കണ്ണിയിൽ ചെന്ന് നോക്കിയാൽ, ആ റൗളയുടെ ഹുവൽ ഹബീബുല്ലദി തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമി. റൗളയുടെ 4 ചുമരും സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. മാഷാ അല്ലാഹ്. അപ്പൊ ആയതുകൊണ്ട് ആ റൗളയിലേക്ക് എത്തിച്ചേരുന്ന സ്വലാത്ത് മജ്ലിസാണ് നമ്മുടെ സ്വലാത്ത് മജ്ലിസ്. അപ്പൊ ഞാൻ ആയതുകൊണ്ട് പ്രിയപ്പെട്ടവരോട്, ഇനി ഉംറക്കൊന്നു പോയാൽ, മാഷാ അല്ലാഹ്, 2 കൊല്ലം മുമ്പ് മഹാനായ റഈസുൽ ഉലമ, ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം മഹാനായ റഈസുൽ ഉലമ അല്ലാഹു തആല ദീർഘായുസ്സ് നൽകുമാറാവട്ടെ, മഅദിൻ ഉംറയില് ഹജ്ജ് സംഘത്തില് ഉംറ സംഘത്തില് ഉംറക്ക് വന്നിരുന്നു. ഉംറക്ക് വന്ന സമയത്ത് സുലൈമാൻ ഉസ്താദ്, എനിക്ക് ആ മസ്ഊൽ ബൈ ഒന്ന് കാണണം, എനിക്ക് ആ മസ്ഊൽ ബൈ എന്തായാലും ഒന്ന് കാണണം, അവിടെ ഒന്ന് പോയി കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞ് മഹാനായ സുലൈമാൻ ഉസ്താദ്, ഇൻഷാ അല്ലാഹ് ഇനി ഉംറക്ക് പോകുന്നവരൊക്കെ അത് പോയി കാണണം. ഞാൻ ഇത്തവണ ഒരു 3 തവണ ഒന്ന് നല്ലോണം ഒന്ന് എത്ര മീറ്റർ ഉണ്ട് കറക്റ്റ് ഒന്ന് അറിയാൻ, ഹജ്ജ് കഴിഞ്ഞ ശേഷം ആരും ഇല്ലാത്ത ടൈമിൽ ഒന്ന് പോയാൽ ശരിക്ക്, അഥവാ തിരിഞ്ഞും വളഞ്ഞൊക്കെ ഇപ്പൊ അവിടെ ഇങ്ങനെ കുറെ കെട്ടും മറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ ശരിക്ക് ചെല്ലാനും നോക്കാനും ഇരിക്കാനൊക്കെ പറ്റും. ഇപ്പോ ഹജ്ജ് സീസൺ അല്ലാത്ത ടൈമിൽ ചെന്നാൽ ശരിക്ക് കാണാൻ കഴിയും. അഥവാ ജംറത്തുൽ അഖബയിൽ നിന്ന് അല്പം വലത്തോട്ടായി ഞാൻ കാറിൽ നോക്കിയിട്ട് 490 മീറ്റർ ആണുള്ളത്. അത് വളഞ്ഞും തിരിഞ്ഞൊക്കെ പോയാൽ അത് നേരെ പോകുകയാണ് ഒരു 200 മീറ്റർ ആയിരിക്കും. ആ നിഹായത്ത് മിനൻ എന്ന് വെച്ച ബോർഡിന്റെ ഏകദേശം ഒരു 10-20 മീറ്റർ താഴോട്ടായിട്ട് ആ കാണുന്ന മസ്ഊൽ ബൈ, ആ പഴയ കെട്ട് മുനാര എങ്ങനെയാണ് ഇസ്ലാമിൽ വന്നത്, പഴയ കാലത്ത് മുനാര എങ്ങനെയായിരുന്നു, പഴയ കാലത്ത് ജനവാതിൽ എങ്ങനെയായിരുന്നു, പഴയ കാലത്ത് വാതിൽ എങ്ങനെയായിരുന്നു, പഴയ കാലത്ത് പള്ളിയുടെ രൂപം എങ്ങനെയായിരുന്നു എന്നൊക്കെ ആ 1300 കൊല്ലം, ഏകദേശം 1360 കൊല്ലം പഴക്കം കാണിക്കുന്ന ആ പള്ളി പറയുന്ന വസ്തുത. ഇതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ നടയിൽ നടക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഒന്നുപോലും വെള്ളം ചേർക്കപ്പെട്ടിട്ടില്ല. അതെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം വസ്തുതകൾ, ചരിത്രങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കണം. മൻ ലൈസ ലഹു മാലിൻ ലൈസ ലഹു ഹാദിറുൻ വലാ മുസ്തഖ്ബിൽ. ഭൂതകാലത്തെ കുറിച്ച് അറിയുന്നില്ലയോ, വർത്തമാനകാലവും ഭാവി കാലത്തെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയില്ല. മല്ലം യഅരിഫിൽ ജാഹിലിയ്യത ലം യഅരിഫിൽ ഇസ്ലാം. من وعى أخبار من قد مضى الله فإلى أمره أعمار من قد مضى. പൂർവീകര ചരിത്രങ്ങൾ പഠിക്കാൻ, അത് പഠിക്കാത്തതുകൊണ്ട് ധാരാളം ദോഷങ്ങൾ. ഞാനിപ്പോൾ സമയം അനുവദിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മൽഹർ എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം അതെപ്പോഴും നിങ്ങൾ നെഞ്ചിലേറ്റണം. അതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അതിൻ്റെ കലണ്ടർ ഇല്ലാത്തൊരൊറ്റ വീടും ഉണ്ടാവരുത്. അതിന് നിങ്ങളുടെ വീട്ടിൽ ഇഷ്ടം പോലെ കലണ്ടർ ഉണ്ടായിരിക്കും. പല കലണ്ടറുകളും തൂങ്ങിയിരിക്കും, കിട്ടിയിരിക്കും, മാസങ്ങളായിരിക്കും. പക്ഷേ മൽഹറിന്റെ കലണ്ടർ, ഞാനത് മൽഹറിനെ
സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു ഐഡന്റിറ്റി കൂടിയാണ്. മൽഹറിന്റെ മഹാനായ ശൈഖുന അവറുകളുടെ ഒരു പൊരുത്തം ലഭിക്കുന്നു എന്നതിൻ്റെ മൽഹറിന്റെ ഒരു പൊരുത്തം കാണിക്കുന്ന മഹത്തായ സ്ഥാപനമാണ്. മാഷാ അല്ലാഹ്. ആ മൽഹർ ഇഖ്ലാസിൽ തുടങ്ങി എന്നൊരൊറ്റ കാരണം കൊണ്ട് മൽഹറിന്റെ സന്ദേശം മാഷാ അല്ലാഹ് ലോകം മുഴുവനും വ്യാപിച്ചു വരികയാണ്. മഹാനവറുകൾ തുടങ്ങിയ സ്വലാത്ത് ആയിരക്കണക്കിന് ആളുകൾ എല്ലാ മാസങ്ങളും, അറബി മാസം 3-ാമത്തെ വെള്ളിയാഴ്ച രാവ്, ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച രാവ്, അവസാന വെള്ളിയാഴ്ച രാവ് എത്തിച്ചേരുന്നത്. നേരത്തെ അതിന്റെ ശില്പി, ഇന്നതിന്റെ നായകൻ അബ്ദുറഹ്മാൻ ഷഹീർ ബുഖാരി തങ്ങൾ പറഞ്ഞില്ലേ, എത്രയെത്ര ആളുകൾക്ക് ഏതെല്ലാം പ്രശ്നങ്ങൾക്ക്, ഏതെല്ലാം ആവശ്യങ്ങൾ പൂർത്തീകരണം, ഏതെല്ലാം ലക്ഷ്യ സഫലീകരണം. വെറുതെ കണ്ട ആളുകളൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പരിപാടി, നിങ്ങൾ കല്യാണം നടത്തിയാൽ എത്ര ദിവസം കല്യാണം നടത്തും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കട്ടെ. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണല്ലോ. കല്യാണം നടത്തിയ 1000-2000 ആളെ വിളിച്ചാ, ഭക്ഷണം വെച്ചാ, ആകെ 2000 കത്തടുപ്പിച്ചാ, 1000 കത്ത് 1000 ആളാണ് വരിക. അതിനൊരു നേരാണ് വരിക. ഇത് 14-ാം തീയതി തുടങ്ങിയ പരിപാടിയാണ്. ഇന്നത്തേക്ക് വരെ 22-ാം തീയതി വരെ 8 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമുകൾ. ഓരോ ദിവസവും ആളുകൾ കൂടി കൂടി വരുന്നത് വെറുതെ അല്ല. അതോ രാത്രി മാത്രല്ല, ആളുകള് ഓരോ സമയങ്ങളിലും ഇടതടവില്ലാതെ ആളുകൾ ഒഴുകിയെത്തുന്നത് ഇത് ധാരാളം ഫലങ്ങൾ കണ്ടതിന്റെ പേരിലാണ്, ധാരാളം അനുഭവങ്ങളാണ്. വിവാഹം കഴിഞ്ഞ വർഷങ്ങളായി മക്കളില്ലാത്ത എത്രയോ ആളുകൾക്ക് മക്കളുണ്ടായ അനുഭവങ്ങള്, നിരവധി ക്യാൻസർ രോഗികള് പല ട്രീറ്റ്മെന്റുകളും നടത്തി, പല അഭയ കേന്ദ്രങ്ങളും നമുക്ക് തേടിയെത്തി, പരിഹാരം കണ്ടെത്താതെ മൽഹറിന്റെ സ്വലാത്ത് കണ്ടെത്തി, മൽഹറിൽ നിന്ന് അഭയം കിട്ടി, മൽഹറിൽ നിന്ന് രോഗം മാറി. 8, 10, 20 കൊല്ലമായി എത്രയെത്ര ആളുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, എത്രയെത്ര സംഭവങ്ങളുണ്ട്. അതുപോലെ എത്രയെത്ര സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവരോട്, മൽഹർ അത് ഒരു ഇലാഹിയായ മദതുള്ള സ്ഥാപനമാണ്. അത് കേവലം അത് 1-2 വ്യക്തികളുടേതല്ല. അത് അല്ലാഹ് ഇഖ്ലാസിൽ സ്ഥാപിതമാണ്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു തആല നിലനിർത്തുമാറാവട്ടെ. ഓരോ ദിവസവും അത് വളർന്നു ഉയർന്നു വരിക തന്നെ ചെയ്യും. അല്ലാഹു തആല വളർത്തുമാറാവട്ടെ, ഉയർത്തുമാറാവട്ടെ. അതിലേറ്റവും ശ്രദ്ധേയമായ സംരംഭമാണ് മൽഹറിന്റെ വിമൻസ് കോളേജ് എന്ന് പറയുന്നത്. വിരലെണ്ണാവുന്ന പെൺകുട്ടികളെ കൊണ്ട് തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് 4 വർഷമാകുമ്പോഴേക്ക് 40 കൊല്ലമോ 400 കൊല്ലമോ പഴക്കമുള്ള സ്ഥാപനങ്ങളെ ഹൈജാക്ക് ചെയ്യാൻ വിമൻസ് കോളേജിന് സാധിച്ചത്. ഇന്ന് കേരളത്തിൽ തന്നെ ഇത്രമാത്രം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് ഉണ്ടാകുമോ എന്ന കാര്യം, ഈ വേഷത്തില്, ഇസ്ലാമിക വേഷത്തില്, ഇസ്ലാമിക രൂപത്തില്, ഇസ്ലാമിക് സബ്ജക്റ്റ് പഠിക്കുന്ന കോളേജ്, ഇത്രമാത്രം പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് മറ്റുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഈ സ്ഥാപനത്തെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഉണർത്തിയ പോലെ ഒരാണിനെ പോലെയല്ല. നിങ്ങളൊക്കെ ആലോചിക്കുക, നമുക്കൊക്കെ മക്കളുണ്ട്. അല്ലാഹു തആല എല്ലാവരുടെയും മക്കളെ നാക്കി തീർക്കുമാറാവട്ടെ. പക്ഷെ നമുക്ക് മക്കളെ എപ്പോഴാണ് കാണാൻ, മക്കളെപ്പോഴാണ് കിട്ടാറുള്ളത്? രാവിലെ എഴുന്നേറ്റ് ഗൾഫുകാരുടെ കഥ പറയേണ്ടതില്ല, അതുപോലെ തന്നെ ബിസിനസ്സുകാരുടെ കഥ പറയേണ്ടതില്ല. ഇനി സ്ഥിരമായി വീട്ടു തൊഴിലാളി, നാട്ടിലുള്ള കൂലിപ്പണിക്കാരും മറ്റ് ഒക്കെ രാവിലെ എഴുന്നേച്ച് അവരങ്ങ് പോയി, വൈകിട്ട് അവരങ്ങ് വരുന്ന്, അവരുറങ്ങി. അങ്ങനെ കുട്ടികളെ ഏതെങ്കിലും ഒരു വീക്കെൻഡില് അല്ലെങ്കിൽ ഏതെങ്കിലും വെക്കേഷൻ ടൈമില് അതേ സ്ഥാനത്ത് കുട്ടികളും ഉമ്മമാരും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് അങ്ങനെയല്ലല്ലോ. അത് ദിനംപ്രതി ഏത് വിഷയത്തിനും കുട്ടികൾക്ക് ഉമ്മമാരെ ഇല്ലാതെ കഴിയില്ല. അവർക്ക് ചായക്കുമ്മ വേണം, കഞ്ഞിക്കുമ്മ വേണം, ചോറിന് ഉമ്മ വേണം, ഡ്രസ് അലക്കാൻ ഉമ്മ വേണം, വാതിൽ തുറന്നു കൊടുക്കാൻ ഉമ്മ വേണം, ഉപ്പനോൽക്ക് വേണം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ, അത് പെരുന്നാക്കാണ്.
വീട് വെച്ചു കൊടുക്കാൻ കൊല്ലത്തിലൊരു തവണയാണ്. കാശ് ഉപ്പയാണ് കൊടുക്കുന്നതെങ്കിലും അത് പാകം ചെയ്ത് കൊടുക്കുന്നത് ഉമ്മയാണല്ലോ. അപ്പൊ കുട്ടികൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഉമ്മമാരെയാണ്. അപ്പൊ ഒരു ഉമ്മ നന്നായാൽ ഒരു വ്യക്തിയല്ല നന്നാകുന്നത്, ഒരു കുടുംബമാണ് നന്നാകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് പെൺകുട്ടികളുടെ വൈഫൈ യുഗത്തില്, ഇന്റർനെറ്റ് യുഗത്തില്, മൊബൈൽ ഫോൺ യുഗത്തില് കുട്ടികളുടെ അവസ്ഥകള് ചാടിപ്പോക്കും. അതുപോലെ പല പല സംഭവങ്ങളും ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ ദിവസം കേരളത്തിലെ പോലീസ് മേധാവി പറഞ്ഞ വാക്ക് നിങ്ങൾക്കറിയാമല്ലോ. കേരളം കുറെ മുന്നേറേണ്ടതുണ്ട്. ഒളിച്ചു പോക്കിന്റെയും ചാടിപ്പോക്കിന്റെയും കാണാതായ സ്ത്രീകളുടെയും കുട്ടികളുടെയും എണ്ണം തിട്ടപ്പെടുത്തേണ്ടതുണ്ട്, കണക്കെടുക്കേണ്ടതുണ്ട്. ഓരോ ദിവസവും എന്ന രൂപത്തിൽ വർദ്ധിച്ചു വരികയല്ലേ. ഇതിനൊക്കെ കാരണങ്ങൾ എന്തുകൊണ്ട്? ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലേ. എന്നാൽ ആ കുറവ് പരിഹരിക്കുക എന്ന രൂപത്തിലാണ് ചെറുതായി തുടങ്ങിയതെങ്കിലും പക്ഷേ ജനബാഹുല്യം കൊണ്ട് കുട്ടികൾ എടുക്കാൻ കഴിയാതെ വളരെ വേദനയോടുകൂടെ മുമ്പിൽ നിങ്ങൾ പറയട്ടെ, പറയാൻ ലജ്ജയുണ്ട്, വിഷമമുണ്ട്. തേർഡ് ഇയർ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. സയൻസ് ഗ്രൂപ്പ് വരുന്ന ധാരാളം അപേക്ഷാർത്ഥികളുണ്ട്, അഡ്മിഷൻ കൊടുക്കാൻ കഴിയുന്നില്ല. ഇവിടെ വന്ന അപേക്ഷാർത്ഥികൾ നൂറുകണക്കിന് കുട്ടികളെ മടക്കി വിട്ടു. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ അവർ തേർഡ് ഇയർ വളരെ വേദനയോടുകൂടെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകില്ല, ഞങ്ങൾക്ക് ഇവിടെ തന്നെ പഠിക്കണമെന്ന വേദന വീണ്ടും വീണ്ടും പറഞ്ഞ സമയത്തിൽ അവസാനം ചെയ്തത് പ്രയർ ഹാള്. അത് വേറെ ഉസ്മാനാജിയുടെ വീട് വാടകക്കെടുത്ത് പ്രയർ ഹാൾ അങ്ങോട്ടേക്കും മാറ്റി. എന്നിട്ട് പ്രയർ ഹാളില് ബെഞ്ചും ഡെസ്കും ഇട്ട് അവിടെ ക്ലാസ് ഞങ്ങൾ എങ്ങനെ ത്യാഗം സഹിച്ചും പഠിക്കാം. ഓരോ ക്ലാസ്സിലും ഉൾക്കൊള്ളാവുന്നതിലധികം കുട്ടികൾ ഇൻഷാ അല്ലാഹ് അടുത്ത ജൂണാകുമ്പോഴേക്ക് ഒരു 12 ക്ലാസ് റൂമെങ്കിലും തുടങ്ങണം. അത് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനകളായിരിക്കും, ഏറ്റവും വലിയ സഹായങ്ങളായിരിക്കും. നിങ്ങൾ ഈ മഹാസ്ഥാപനത്തിന് വേണ്ടി ഒരു ക്ലാസ് റൂമിന് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നത് നിങ്ങളുടെ മരിച്ചുപോയ ഉപ്പായുടെ പേരില് അല്ലെങ്കിൽ ഉമ്മായുടെ പേരില് നിങ്ങൾ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പേരില് ഒരു ക്ലാസ് റൂം നിങ്ങൾ നൽകുന്നുവെങ്കിൽ മാഷാ അല്ലാഹ് ഒരു ക്ലാസ് റൂമിൽ 10ഉം 50ഉം കുട്ടികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരൊറ്റ കുട്ടി നന്നായി കിട്ടിയ ആ കുട്ടി മക്കൾക്ക് പഠിപ്പിച്ചാൽ, അത് 3ഓ 4ഓ മക്കൾ അവരുടെ മക്കൾക്ക് പഠിപ്പിച്ചാൽ, അവരുടെ ബന്ധുക്കൾക്ക് പഠിപ്പിച്ചാൽ മാഷാ അല്ലാഹ് നിങ്ങൾക്ക് 6 ലക്ഷമല്ലതാകുന്നത്, 60 ലക്ഷമല്ലാകുന്നത് 6 കോടിയുടെ ധർമ്മമായി നിങ്ങളുടെ ഹസനാത്തിന്റെ തട്ടിന് ഭാരം കൂടുന്നതാണ്. ഇല്ലെങ്കിൽ 1 ലക്ഷമോ അല്ലെങ്കിൽ 1/2 ലക്ഷമോ നിങ്ങൾക്ക് നൽകാൻ പറ്റാവുന്നത്. മാഷാ അല്ലാഹ് പ്രിയപ്പെട്ട ചാലിം എ.പി. അബ്ദുൽ കരീം ഹാജി ഒന്നും ചോദിക്കാതെ വന്ന ഉടനെ തന്നെ 1 ലക്ഷം രൂപ നേരെ ഈ സ്ഥാപനത്തിന് 1 ലക്ഷം രൂപ അല്ലേ